ഫ്രണ്ട്സ്, അജന്തി പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാൽ ചായയാണ് കേട്ടോ. അപ്പോൾ പാൽ ചായ കുടിച്ചുകൊണ്ട് ആരംഭിക്കാൻ ഞങ്ങൾ വിചാരിച്ചു. ആരംഭിക്കലൊന്നുമില്ല, രാവിലെ ചൂടുവെള്ളം കുടിച്ചു, ചെറിയ ജീരകവെള്ളം കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ചോറ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു നാടൻ, വളരെ നാടൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരിയൊക്കെ വെക്കണമായിരുന്നു, ചോറ് കൊടുത്തു വിടണമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ അരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചായ ഒന്ന് കുടിക്കാം. അരി വേണ ഒരു അടുക്കളയിൽ ഇപ്പോൾ നിൽക്കണമെന്ന് ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാമല്ലോ. അതാണല്ലോ എൻ്റെ ഇത്. അവിടെ നായ്ക്കുട്ടിയുണ്ട്. നായ്ക്കുട്ടി ഇടയ്ക്കാണല്ലോ അവിടെ. ചില ദിവസങ്ങളിൽ ഭയങ്കര കുരയ്ക്കലും, ചില ദിവസമൊന്നുമില്ല. അവിടെ വലിയൊരു നായ ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരെ ആൾക്കാർ വന്ന് അവിടെ നിന്ന് കുരച്ചോളാം. അത്രയും വലിയ നായ, എന്താ പറയുക, നല്ല നായ. പക്ഷേ എന്തായി എന്നറിയില്ല, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തോ സംഭവിച്ചു പോയി നായക്ക്. ഇപ്പം അതിൻ്റെ അതിൽ ഇപ്പോൾ വേറൊരു നായക്കുട്ടിയാണ് വന്നിരിക്കുന്നത്. നായകൾ പിന്നെ ഇഷ്ടംപോലെ നായ്ക്കൾ ഈ പറമ്പിൽ, അപ്പുറത്തെ പറമ്പിൽ പ്രസവിച്ചിട്ട് ഇഷ്ടംപോലെ നായക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓടി കളിഞ്ഞ അങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ വിളിക്കും, നോക്കും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ മൃഗങ്ങൾക്ക് അത്യാവശ്യം അവരുടേതായ ഫുഡ്. അയ്യോ ഏട്ടാ, മോട്ടർ ഓഫ് ചെയ്യോ? ഞാൻ മോട്ടർ ഇട്ടിട്ടോ വന്നിരുന്നത്. നമ്മൾക്ക് ഫുഡൊക്കെ കൊടുക്കണം, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതാവില്ല. ഞാനിപ്പോൾ അതുപോലെ തന്നെ ഡുണ്ടുമോനെ ഇന്നാളൊരു ദിവസം ഇതേപോലെ തന്നെ വിളിച്ചു. അപ്പം അവനും അതെ, നമ്മൾ എന്തെങ്കിലും മീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്നും മീൻ വേണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല. നല്ല ചായ, കുറേ നാളായി പാൽ ചായ കുടിച്ചിട്ട്. ഇപ്പോൾ കുടിക്കുകയാണ്, കുറേ ദിവസമായി പാൽ ചായ കുടിച്ചിട്ട്. പിന്നെ നല്ല നമുക്ക് പറയില്ലേ, ഇപ്പോൾ തീരെ ചൂട് വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ചൂട് ഇത്തിരി കുറവാണ്. ഇനി ഇവിടെ ഫാനൊക്കെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു തന്നെ അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. നല്ലൊരു പ്രഭാതം, നല്ലൊരു ദിവസം. പ്രഭാതം മാത്രം പോരല്ലോ, എല്ലാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. അപ്പം എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഉടച്ചങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നമ്മളുടെ കുറച്ച് ഒരു വളരെ സിമ്പിള്, വളരെ നല്ല ടേസ്റ്റിയാണ് ചുരക്ക. നമ്മുടെ ചുരക്ക അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ള കഷ്ണമായിട്ട് നമ്മൾ ഇടണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരിക. ഇത്തിരി വലിപ്പത്തിൽ തന്നെ നമ്മൾ നന്നാക്കണം. പിന്നെ കുറച്ച് ഇരുമ്പാൻപുളിയാണ്. ഇരുമ്പാൻപുളി നന്നാക്കിയത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കും. അതൊരു പിടിയാണ് കേട്ടോ. എനിക്കൊക്കെ കൈയളവാണേ. ഞാൻ ആദ്യമായിട്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഒരു കുഞ്ഞു സ്പൂൺ. ഈ ഒരു സ്പൂണാണെങ്കിൽ അളവൊന്നും പറയാൻ അറിയില്ല, ഇടക്ക് കൈയളവാണേ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. ഒരു സ്പൂൺ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. സോറി, ഇതുപോലത്തെ 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ചേർത്തത് ഇനി 2 പച്ചമുളക് കൂടി ചേർക്കും. ഉപ്പ്, നമുക്ക് ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അങ്ങ് കൊടുക്കാം. ഇതിലിപ്പോൾ ആവശ്യമുണ്ട് വെള്ളം, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം കൂടി അരയ്ക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ആവും. അപ്പോൾ നമുക്കിതങ്ങ് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ വിസിലടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വിസില് നല്ല പോലെ വരുത്തണം, ഒരു വിസില് വരുത്തിയാൽ മതി. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് അങ്ങ് ചെയ്യട്ടെ. ഒരു തോരൻ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണേ. ഇതിലേക്ക് ഞാൻ പോകുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, അത്രയേ ഉള്ളൂ. ശരി, പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലാണ്, നല്ല സാല. കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് മാത്രം മതി. കടുക് നല്ലപോലെ പൊട്ടി വന്നപ്പോൾ കുറച്ച് ബീട്രൂട്ടാണ് ഇന്ന് തോരനായിട്ട് വെക്കാൻ പോണത്. നമ്മുടെ ഈ ചോപ്പർ ഉള്ളത് കൊണ്ടേ ദൈവം സഹായിക്കും, നല്ലൊരു ഭാഗ്യമാണ് കേട്ടോ. പണ്ട് എൻ്റെ അമ്മ എത്രയോ പേർക്ക്
കൈ കൊണ്ട് തുറുക്കി അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് പോലും ഇല്ലാതെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് അതിൽ നിന്നൊക്കെ എത്രയോ ഭാഗ്യത്തിലാണല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇതിലൊക്കെ നമ്മുടെ കാലഘട്ടമൊക്കെ ഭയങ്കര വലുതാണല്ലേ. കുറച്ച് നാളികേരം അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്തിനും ഏതിനും ഇതില്ലാതെ ജീവിതമില്ലല്ലോ. ഉപ്പ്, കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാണ്ട് എന്ത് ജീവിതം അല്ലേ. ബീട്രൂട്ടിൽ ഇപ്രാവശ്യം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോ എന്നല്ലാട്ടെ, എപ്പോഴും ഉപ്പ് ചേർക്കും. പക്ഷെ ഞാൻ ബീട്രൂട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പിടാറ്. ഇപ്പൊ ഞാൻ ആദ്യം ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും നാളികേരവും അതേപോലെ ബീട്രൂട്ടും വെളിച്ചെണ്ണയും കടുകും ഇതെല്ലാം ചേർത്തിട്ട് ഒരുമിച്ച് കിടന്നിട്ട് വേണം നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ ബീട്രൂട്ട് വേവാനായിട്ട്. അപ്പൊ അതൊന്ന് വെറുതെ ചൂട് കയറിയാൽ മാത്രം മതി. ഇപ്പൊ ഞാൻ മൂടി വെക്കാം. അറിയില്ലേ, അധികം സംസാരം വേണ്ട, വായ കൊത്താന്ന്. അതേപോലെ തന്നെയാണ്, അധികം ഇളക്കൊന്നും വേണ്ട. അപ്പൊ തന്നെ മൂടി വെക്കണം, ആവി പോവും. ബീട്രൂട്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ചേട്ടൻ നാളികേരം ചുരുക്കി തരുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇനി നമ്മുടെ കറി, നാടൻ കറി വെക്കാൻ പോവാ. അതിനാണ് നാളികേരമാണ് അവിടെ ചെരുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നാളികേരം ചെരുകാനായിട്ട് പോവാണ്. കുറച്ച് നാളികേരം അങ്ങോട്ട് നല്ലപോലെ ചെരുകണം. ഒന്നും ചേർക്കണ്ട, നാളികേരം മാത്രം മതി കേട്ടോ. നാളികേരം അരച്ച് ചേട്ടൻ ചെരുക്കി തന്നപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്. ഞാൻ അരച്ചു കൊണ്ടുവന്ന് ഇതെല്ലാം അങ്ങനെ ചേർക്കാം. ഇനി അധികം വെള്ളം ചേർക്കണ്ട. അത് അത്യാവശ്യം ഇരുമ്പാമ്പുളി ഉള്ളതന്നെ, അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതിൽ. അപ്പം ഇനി അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് മറിയും വേണ്ട കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നാളികേരം ഇങ്ങനെ തിളച്ച് മറിയണമെന്നൊന്നുമില്ല, തിളച്ചാൽ മതി. അപ്പം അതങ്ങനെ തിളയ്ക്കട്ടെ. കണ്ടില്ലേ, കണ്ടില്ലേ, ഇത്രയും തിളച്ചാൽ മതി കേട്ടോ. നമുക്ക് കാച്ചിയെടുക്കാം. ചൂടായി, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, കടുകും ഉലുവയും വറ്റൽമുളകും ചേർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കാം. ഇതാണ് കറി. മറ്റേ ഇലക്കി നമുക്ക് നമ്മളെ മൂടി വെക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ കറികളെല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞു. ഈരിപ്പായി പാത്രത്തിലാക്കി വെച്ചു. ചേട്ടന് കൊണ്ടുപോകാനുള്ള പാത്രം എന്ന് വെച്ചാൽ പരിപ്പും ഇരുമ്പാമ്പുളിയും നാടൻ കറി, പരിപ്പും ഇരുമ്പാമ്പുളിയും ചുരക്കും കൂടിയിട്ടുള്ള നാടൻ കറി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, ചോറ്, പിന്നെ ചുരക്കും ചെമ്മീനും ചേർത്തൊരു കറി ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചേട്ടന് എല്ലാ പാത്രത്തിലാക്കി റെഡിയായി. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുക. ഇപ്പോൾ അതാ 9 മണിയായി, ഏകദേശം 9 മണിയായി. പക്ഷേ വെയിലൊന്നും നമുക്ക് അധികം ചൂടില്ല. ഇന്ന് ചൂടില്ലാത്തൊരു കാലാവസ്ഥയാണ്. എന്തുകൊണ്ടോ ഇത്തിരി ചൂടൊക്കെ കുറവാണ്. പിന്നെ ഇത്ര നേരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഉഷ്ണം. എന്നാലും ഉഷ്ണമുണ്ട്, നമുക്ക് സാധാരണ ഉഷ്ണമൊക്കെ ഉണ്ട്, എന്നാലും ഉഷ്ണമൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ. അപ്പം എല്ലാ പണികളും കഴിഞ്ഞു. ഇനി അടിക്കൽ തുടക്കൽ നമ്മുടെ സാധാരണ ഒരു വീട്ടമ്മ ചെയ്യുന്ന അങ്ങനെ. അപ്പം അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.